ഇന്ത്യൻ സുരക്ഷാ സേനയും പാകിസ്ഥാൻ ബന്ധമുള്ള തീവ്രവാദികളുമായി അതിർത്തിയിൽ ദിനംപ്രതി ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ആ സാഹചര്യത്തിൽ പാകിസ്ഥാന് ഇന്ത്യയുമായുള്ള രോഷം വർദ്ധിച്ചു വരികയാണ്. ഏറ്റുമുട്ടലുകളിൽ കസ്റ്റഡിയിലെടുത്ത പാകിസ്ഥാനികളെ കൊല്ലുന്നുണ്ടെന്നും അവരെ അതിർത്തി കടന്നുള്ള തീവ്രവാദികളെന്ന് വിളിക്കുന്നുണ്ടെന്നുമാണ് പാകിസ്ഥാൻ പറയുന്നത്. കൊല്ലപ്പെട്ട തീവ്രവാദികൾ നിരപരാധികളായ പൗരന്മാരാണെന്നുമാണ് അവരുടെ അവകാശവാദം. പഹൽഗാം ആക്രമണത്തിലെ കുറ്റവാളികളെ 96 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ സൈന്യം കൊലപ്പെടുത്തി. ഏപ്രിൽ 22-ന് ബൈസരൻ താഴ്വരയിൽ 26 പേരെ കൊലപ്പെടുത്തിയ ഭീകര സംഘത്തിന്റെ തലവൻ ഹാഷിം മൂസ എന്ന സുലൈമാൻ ഷായെ തിങ്കളാഴ്ച ഓപ്പറേഷൻ മഹാദേവിൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. ശ്രീനഗറിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഓപ്പറേഷൻ മഹാദേവ് നടന്നുകൊണ്ടിരുന്നു. ലഷ്കർ ഇ തോയ്ബ ഭീകരനായ സുലൈമാൻ ഷാ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു എലൈറ്റ് യൂണിറ്റായ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ മുൻ കമാൻഡോയാണ്. സുലൈമാൻ 2023 സെപ്റ്റംബറിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറി ദക്ഷിണ കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഈ ഓപ്പറേഷനിൽ 2 തീവ്രവാദികൾ കൂടി കൊല്ലപ്പെട്ടു. ഓപ്പറേഷൻ മഹാദേവിൽ 3 ഭീകരരെ വധിച്ചതിൽ പാകിസ്ഥാൻ രോഷാകുലരാണ്. ഇന്ത്യൻ ഏജൻസികൾ ഏറ്റുമുട്ടലുകളിൽ കസ്റ്റഡിയിലെടുത്ത പാകിസ്ഥാനികളെ കൊല്ലുന്നുണ്ടെന്നും അവരെ അതിർത്തി കടന്നുള്ള തീവ്രവാദികളെന്ന് വിളിക്കുന്നുണ്ടെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. പാകിസ്ഥാൻ സർക്കാർ ഏജൻസികൾ ഈ ഭീകരരെ നിരപരാധികളെന്നും നിരപരാധികളായ പാകിസ്ഥാനികളെന്നും വിളിക്കുന്നു. ഓപ്പറേഷൻ മഹാദേവിന്റെ പേരിൽ ഇന്ത്യ വ്യാജ ഏറ്റുമുട്ടലുകൾ നടത്തുകയാണെന്ന് പാകിസ്ഥാൻ സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പാകിസ്ഥാന്റെ ഇംഗ്ലീഷ് പത്രമായ ഡോൺ അവരുടെ റിപ്പോർട്ടിൽ എഴുതി. ഇന്ത്യ ബലപ്രയോഗത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത നിരപരാധികളായ പാകിസ്ഥാനികളെ വ്യാജ ഏറ്റുമുട്ടലുകളിൽ ഉപയോഗിക്കാൻ ഇന്ത്യ ഏജൻസികൾ തയ്യാറെടുക്കുന്നു. അവരെ അതിർത്തി കടന്നുള്ള തീവ്രവാദികൾ എന്ന് വിളിക്കുന്നുവെന്നും പത്രം എഴുതി. എന്നാൽ കാശ്മീരിലെ കാടുകളിൽ ഒരു പാകിസ്ഥാൻ പൗരൻ സാറ്റലൈറ്റ് ഫോണും ആയുധശേഖരവും ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏറ്റുമുട്ടൽ സ്ഥലത്ത് നിന്ന് സൈന്യം ഒരു M4 കാർബൈൻഡ് റൈഫിൾ, 2 AK റൈഫിളുകൾ, മറ്റ് ആയുധങ്ങൾ എന്നിവ കണ്ടെടുത്തു. 723 പാകിസ്ഥാൻ പൗരന്മാർ ഇന്ത്യൻ ജയിലുകളിൽ തടവിലാണെന്ന് പാകിസ്ഥാൻ സൈനിക വക്താവ് ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ചൗധരി ഷെരീഫ് അവകാശപ്പെട്ടു. എന്നാൽ ഈ 723 പാകിസ്ഥാൻ പൗരന്മാർ എങ്ങനെയാണ് അതിർത്തി കടന്ന് ഇന്ത്യൻ അതിർത്തിയിൽ എത്തിയതെന്ന് പാകിസ്ഥാൻ സൈന്യം വ്യക്തമാക്കിയിട്ടില്ല. കസ്റ്റഡിയിലെടുത്ത ഈ ആളുകൾ പാകിസ്ഥാനെതിരെ പ്രസ്താവനകൾ നൽകാൻ നിർബന്ധിതരാകുമെന്ന് പാകിസ്ഥാൻ സുരക്ഷാ ഏജൻസികളിലെ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഡോൺ എഴുതിയിട്ടുണ്ട്. ഏറ്റുമുട്ടൽ സിദ്ധാന്തം തെളിയിക്കാൻ ഇന്ത്യൻ ഏജൻസികളിൽ തീവ്രവാദികളുടെ ചിത്രങ്ങളും ആയുധങ്ങളും ഇതിനകം തന്നെ പുറത്തുവിട്ടിരുന്നു എന്ന ബാലിശമായ അവകാശവാദമാണ് ജിയോ ന്യൂസ് നടത്തിയത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ 56 പാകിസ്ഥാനികളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്ന് ISPR ഒരു ബ്രീഫിംഗിൽ പറഞ്ഞിരുന്നതായി ജിയോ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഈ പാകിസ്ഥാനികൾ എങ്ങനെയാണ് ഇന്ത്യൻ അതിർത്തിയിലെത്തിയെന്നതിൽ പാകിസ്ഥാൻ മൗനം പാലിച്ചു. ഇന്ത്യ ഇപ്പോൾ ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ പേരിൽ ഏറ്റുമുട്ടലുകളിൽ തടവിലാക്കപ്പെട്ട നിരപരാധികളായ പാകിസ്ഥാനികളെ ഉപയോഗിക്കുന്നുണ്ടെന്നും പാകിസ്ഥാന്റെ വാർത്താ ചാനലായ 365+ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞു. ഇന്ത്യ ഈ ഓപ്പറേഷനെ വിജയകരമായ സൈനിക നടപടിയായി അവതരിപ്പിക്കുന്നുവെന്ന് ഈ ചാനൽ പറയുന്നുണ്ട്. പഹൽഗാം ആക്രമണത്തിൽ ഭീകരർ ഉപയോഗിച്ച സാറ്റലൈറ്റ് ഫോൺ വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെന്ന സൂചന ലഭിച്ചപ്പോൾ ഏപ്രിൽ 22-ലെ ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് കരുതപ്പെടുന്ന സുലൈമാൻ എന്ന ആസിഫ് സൈന്യം വളഞ്ഞതായി ഇന്ത്യൻ ആർമി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഇതിനുശേഷം സൈന്യം ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചു. കഴിഞ്ഞ വർഷം സോനാമാർഗ് തുരങ്ക ആക്രമണത്തിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ജിബ്രാൻ, ഹംസ അഫ്ഗാനി എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റു തീവ്രവാദികൾ. ഏപ്രിൽ 22-ന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടുവെന്ന് നമുക്ക് നിങ്ങളോട് പറയാം. ഈ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട തീവ്രവാദികൾ 2025 ഏപ്രിൽ 22-ന് ജമ്മു കാശ്മീരിലെ ബൈസരൻ താഴ്വരയിൽ നടന്ന ക്രൂരമായ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉയർന്ന തലത്തിലുള്ള സ്രോതസ്സിന് ഇന്ത്യയോട് സ്ഥിരീകരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബാക്കിയുള്ള അംഗങ്ങളെ കണ്ടെത്തുന്നതിനായി നിലവിൽ തിരച്ചിൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അവർ വലിയ വനപ്രദേശത്ത് ചിതറിക്കിടക്കുന്നുണ്ടെന്ന് കരുതപ്പെടുന്നു. നിർവീര്യമാക്കിയ തീവ്രവാദികളെ തിരിച്ചറിയാൻ പുരോഗമിക്കുകയാണ്. അതിനുശേഷം പഹൽഗാം ആക്രമണത്തിൽ അവരുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കാനോ തള്ളിക്കളയാനോ കഴിയും. സൈന്യം, ജമ്മു കാശ്മീർ പോലീസ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്നിവ ചേർന്നാണ് ഓപ്പറേഷൻ നടത്തിയത്. ഭീകരരുടെ ഐഡന്റിറ്റി കണ്ടെത്തുന്നതിന് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 3 ആക്രമണികളാണോ ഇവരെന്ന് സ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.